എനിക്ക് ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ഒരു പത്മഭൂഷൺ കിട്ടിയതായെങ്കിലും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വേറെ ചെറിയ സന്തോഷം വേറെയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഞാനിപ്പോൾ ഈ നമ്മുടെ ജാസ്മിൻ അജിയുടെ കാര്യം സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എൻ്റെ അടുത്ത് അപർണ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊരു സീൻ മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ അവരുടെ ലൈഫാണ്. അത് നമുക്ക് എന്നും ബോറടിക്കും സിനിമയെ കണ്ട. അവരെഴുന്നേൽക്കുന്നു, മോനെ കുറിപ്പിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അതങ്ങനെ സിനിമയിലേ ഉള്ളൂ. അതിൻ്റെ പുറകിൽ കഥയുണ്ടാവണം. പക്ഷേ ഇവർക്കുള്ള കഥ ഫ്ലാഷ് ബാക്കാണ്. മോൻ ജനിച്ചപ്പോൾ മുതലുള്ള ഫ്ലാഷ് ബാക്ക് അല്ലേ ജി? അപ്പോൾ ഇവർക്ക് അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു, മോൻ മസ്തിഷ്ക രോഗത്തിന് അടിമയാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതായത് എന്തു ചെയ്യും നീ, വീട്ടിലെ നായികക്ക് കണ്ണ് അന്ധത വരാൻ പോകുന്നു, ഉള്ള മോനാണെങ്കിൽ അവൻ നോർമലല്ല. അങ്ങനത്തുള്ളൊരവസ്ഥയിൽ ഒരുവിധപ്പെട്ട സാധാരണ സ്ത്രീകൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഇവരിപ്പോൾ ഒരു വലിയ ഓണ്ടർപ്രണറായത് മാത്രമല്ല, ആ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം, ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ മോനെയും വളർത്തും, എൻ്റെ ഭർത്താവിനെ ഞാനൊരു ഭാര്യയായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും എന്ന് ഉള്ളൊരു തീരുമാനമെടുത്തെടുത്താണ് അതിൻ്റെ ഒരു വിജയം. അത് നമ്മൾ സിനിമയിലൊക്കെ കാണിച്ചാൽ ഈ കണ്ണുകെട്ടി ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ എവിടെ നടക്കാനാണ് എന്ന് തോന്നും. പക്ഷെ നമ്മുടെ മുമ്പിൽ നടന്നതല്ലേ. കാഴ്ച ഒരു ദിവസം പോകും എന്ന് കരുതി ഞാൻ കണ്ണുകെട്ടി ജോലി ചെയ്ത് പരിശീലിച്ചെന്ന് പറഞ്ഞാൽ അതൊക്കെ എന്താ പറയുക, ഒരു ദൈവികമായ തീരുമാനങ്ങളാണ്. അതിലവർ വിജയിച്ചു. നമ്മൾ പറഞ്ഞ പോലെ ലോകം മുഴുവൻ നമ്മളുൾപ്പെടെ അവരുടെ കൂടെ നിന്നു, അവരുടെ കൂടെ ഉണ്ടാവും. ഇതുപോലെയുള്ള ആളുകളെയൊക്കെ നമ്മളിങ്ങനെ കണ്ടുപരിചയിക്കുകയുള്ളൂ. അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റിലുമുണ്ട്. നമുക്ക് ചുറ്റിലും നടക്കുന്ന ആളുകൾക്ക് എത്ര പേർ കണ്ണ് കാണാം, എത്ര പേർ സാധാരണ മനുഷ്യരാണെന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് 100 കാര്യങ്ങളുമായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പലതും ഇടം വലം നോക്കാതെ കുതിരക്ക് കെട്ടിയ ഇതുപോലെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് കൈരളികളായ ഏറ്റവും വലിയ സന്തോഷം. ഈ അവാർഡുകളും അവാർഡ് ജേതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സംരംഭങ്ങളും വിജയങ്ങളാവട്ടെ. സമൂഹത്തിലും സമുദായത്തിലും നമുക്കുള്ള സ്ഥാനം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാകട്ടെ. ഈ സമൂഹവും സമുദായവും നിങ്ങൾ നോക്കി സന്തോഷിക്കുകയും അസൂയപ്പെടുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. നന്ദി, നമസ്കാരം.